ഹലോ, വെൽക്കം ടു സാൻസ് കിച്ചനേറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പയ്യോളി ചിക്കൻ ഫ്രൈ ആണ്. ഇത് സാധാരണ ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നതിൽ നിന്നും ഒരല്പം വ്യത്യസ്ത രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ രുചിയും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ പയ്യോളി ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം. ആദ്യമേ തന്നെ ഇതിലേക്ക് ആവശ്യമായ ചില്ലി പേസ്റ്റ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 10 കാശ്മീർ മുളക് കുറച്ച് വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതൊന്ന് തണുത്തതിന് ശേഷം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഇനി ഇതിൽ നിന്നും 2.5 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായി എടുത്തിട്ടുണ്ട്. ബാക്കി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്ന തേങ്ങയിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അത് ഇതിന് ശേഷം നമുക്ക് തയ്യാറാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചെറുതായി ഒന്ന് ചതച്ചത്, 1.5 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പാകത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് മസാലയുമായി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങ റെഡിയാക്കാം. ഈ ചിക്കൻ ഫ്രൈയുടെ പ്രത്യേകത തേങ്ങ ഇതിൽ വറുത്ത് ചേർക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/4 ടീസ്പൂൺ മീറ്റ് മസാല, ആദ്യമേ നമ്മൾ മാറ്റി വെച്ചിരുന്ന ചില്ലി പേസ്റ്റ്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പേ ഇത് ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 2 വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചതും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കണം. എങ്കിൽ മാത്രമേ പയ്യോളി ചിക്കൻ ഫ്രൈയുടെ ആ ഒതന്റിക് രുചി കിട്ടുകയുള്ളൂ. അപ്പോൾ ചിക്കൻ വെളിച്ചെണ്ണയിൽ കിടന്ന് ഫ്രൈ ആയി വരുമ്പോഴുള്ള ആ നല്ല മണമെല്ലാം വരുന്നുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചിക്കനെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ പയ്യോളി ചിക്കൻ ഫ്രൈ തയ്യാർ. ആ വെളിച്ചെണ്ണയിൽ മുരിഞ്ഞു വന്ന ചിക്കനും വറുത്ത തേങ്ങയും കൂടി ചേർന്നുള്ള ആ രുചിയുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.